അധ്യായം 17. നഷ്ടങ്ങൾ ഒരുപാട് നമ്മളെല്ലാവരും ഏതെങ്കിലും ഘട്ടത്തിൽ അനുഭവിക്കാത്തവരായിട്ടുണ്ടാവില്ല. നഷ്ടങ്ങൾ നൽകുന്ന വേദനകൾ അത് ഓരോരുത്തർക്കും വ്യത്യസ്തമാണ്. നമ്മൾ അനുഭവിക്കേണ്ട വേദന നമ്മൾ തന്നെ അനുഭവിച്ചാലേ മതിയാകുള്ളൂ. നമ്മുടെ വേദന നമ്മൾക്കല്ലാതെ മറ്റൊരാൾക്ക് അനുഭവിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾക്കുണ്ടായ നഷ്ടങ്ങളിൽ പലതും ഒരിക്കലും നികത്താൻ സാധിക്കാത്തതുണ്ടാവും. പഴയ തലമുറ അനുഭവിച്ച ദുരിതങ്ങൾ ഒരുപക്ഷെ ഇന്നത്തെ തലമുറ അറിയുന്നുണ്ടാവില്ല. അതുപോലെ ഇന്നത്തെ തലമുറ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളും ദുരിതങ്ങളും വരും തലമുറ ഒരു പരിധിയിൽ കൂടുതൽ മനസ്സിലാക്കണമെന്നില്ല. ഏതൊരു വ്യക്തിക്കും നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നത് വളരെ പ്രയാസമാണ്. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പല നഷ്ടങ്ങളും നമ്മൾക്ക് എളുപ്പം തടയാൻ കഴിയണമെന്നില്ല, നികത്താൻ കഴിയണമെന്നില്ല. ജനിച്ചാൽ ഒരു നാൾ മരണമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള സമയം വിലപ്പെട്ടതായി കരുതി മുന്നോട്ട് പോവുക. മരണം നമ്മുടെ തൊട്ടു മുന്നിലുണ്ട്. അതുവരെ നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മൾക്കും നമ്മുടെ ചുറ്റിലുമുള്ളവർക്കായി നല്ലത് ചെയ്യുക. നമ്മുടെ സന്തോഷം നമ്മുടെ കയ്യിലാണ്. ഒരുപക്ഷെ ഇന്നലകളിൽ നമ്മൾക്കുണ്ടായ പല നഷ്ടങ്ങളിൽ നിന്നും ഉണ്ടായ തിരിച്ചറിവുകളായിരിക്കും ഇന്നിപ്പോൾ പല കാര്യത്തിലും നേട്ടങ്ങൾക്ക് കാരണമായി തീർന്നിട്ടുള്ളത്. നമ്മൾക്കുണ്ടായ നഷ്ടങ്ങൾ നമ്മൾക്ക് ഒത്തിരി തിരിച്ചറിവുകൾ നൽകുന്നുണ്ട്. വരും നാളുകളിൽ കൂടുതൽ തിരിച്ചറിവുകൾ ഉണ്ടാകാൻ ആ നഷ്ടങ്ങൾ കാരണമാകട്ടെ. നമ്മൾക്ക് പല കാര്യങ്ങളും നേടണമെങ്കിൽ ചിലതൊക്കെ നഷ്ടപ്പെടുത്തേണ്ടി വരുമെന്നത് യാഥാർത്ഥ്യമാണ്. നഷ്ടങ്ങളിൽ തകരാതെ നമ്മൾക്കും നമ്മുടെ ചുറ്റിലുമുള്ളവർക്കായി സന്തോഷം പകർന്നു നൽകാൻ ശ്രമിക്കാം. നാളുകൾ കൊണ്ട് കഷ്ടപ്പെട്ട് നേടിയതെല്ലാം ഒറ്റ നിമിഷത്തിൽ നഷ്ടപ്പെട്ട നിരവധി ആളുകൾ നമുക്ക് ചുറ്റിലുമുണ്ടായിട്ടുണ്ട്. ഈ ഒരു അവസ്ഥ ആർക്കും എപ്പോൾ വേണമെങ്കിലും വരാം. അപ്പോഴൊക്കെ താങ്ങും തണലുമാകാൻ നമ്മൾക്ക് ഓരോരുത്തർക്കും കഴിയണം. ജനനത്തിനും മരണത്തിനും ഇടയിലുള്ള കൊച്ചു ജീവിതം സന്തോഷമാകണമെങ്കിൽ ശരീരത്തിന് ഹാനികരമാകുന്ന ദുശീലങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടതുണ്ട്. ആരോഗ്യം നഷ്ടപ്പെട്ടാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവുക എന്നത് ഒരിക്കലും മറക്കാതിരിക്കുക. ഇപ്പോൾ ആരോഗ്യമുള്ളത് കൊണ്ട് ഒരുപക്ഷെ ആരോഗ്യമില്ലാത്ത അവസ്ഥ എത്രത്തോളം വേദനാജനകമാണെന്ന് തിരിച്ചറിയാൻ കഴിയണമെന്നില്ല. വേണ്ടതുപോലെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പല നഷ്ടങ്ങളും ഒരു പരിധിവരെ ഒരുപക്ഷെ അകറ്റാൻ കഴിയുന്നതായിരിക്കും. ശ്രദ്ധ നഷ്ടപ്പെട്ടാൽ പല കാര്യത്തിലും നഷ്ടങ്ങൾ ഉണ്ടായേക്കാം. നമ്മുടെ സങ്കടങ്ങൾ അകലണമെങ്കിൽ നല്ലതുപോലെ നേട്ടങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ തയ്യാറാവേണ്ടതുണ്ട്. കഴിഞ്ഞ കാല നഷ്ടങ്ങളെക്കുറിച്ച് ഓർത്ത് സങ്കടപ്പെട്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ഭാഗത്തു നിന്ന് മുന്നോട്ട് പോകാനുള്ള പ്രവർത്തികൾ ആവശ്യമാണ്. ആരോഗ്യവും സമ്പത്തും ഭക്ഷണവും എല്ലാം നമ്മുടെ യാത്രയ്ക്ക് വളരെയേറെ ആവശ്യമാണ്. അതുകൊണ്ട് തന്നെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാൻ പഠിക്കേണ്ടതുണ്ട്. മനുഷ്യർക്ക് പരിമിതികൾ ഒത്തിരിയുണ്ട്. അതൊക്കെ പരിഹരിക്കണമെങ്കിൽ പരിശ്രമം ആവശ്യമാണ്. നമ്മൾക്കുണ്ടായ നഷ്ടങ്ങളെ ധീരതയോടെ നേരിടാനും വളരെ ശക്തമായി തന്നെ തളരാതെ മുന്നേറാനും കഴിയട്ടെ. പ്രതിസന്ധികളിലും ദുരിതങ്ങളിലും ദുഃഖിച്ച് തളരാതെ മുന്നോട്ട് പോകുക. ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളെ അതിജീവിക്കാൻ പരിശ്രമിക്കുക. ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങൾ നൽകുന്ന വേദനകൾ കുറയാൻ അതിൻ്റെതായ സമയം ആവശ്യമാണ്. ആരൊക്കെ നമ്മളെ വെറുത്താലും ഒറ്റപ്പെടുത്തിയാലും നമ്മൾ തന്നെ സ്നേഹിക്കുക. ഈ ലോകത്തിൽ നമ്മളെ സ്നേഹിക്കാൻ നമ്മളെക്കാൾ അധികമായും മറ്റാർക്കും കഴിയില്ല. ജീവിതത്തിലുണ്ടാകുന്ന നഷ്ടങ്ങളിലും ദുരിതങ്ങളിലും തളരാതെ മുന്നോട്ട് പ്രതീക്ഷകളുമായി സ്ഥിരോത്സാഹത്തോടെ പ്രവർത്തിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും സാധിക്കും.